പല അൾസറായി ആശയ്ക്ക് ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ട് ഈ ചെത്തിക്കൂടി ചാരിമൂട്ടിൽ ഇഞ്ചക്ഷൻ എടുത്ത് മാറ്റുന്നു. എവിടെല്ലാം പോകാമോ അവിടെ എല്ലാം പോകും. ആന്റിബയോട്ടിക് ഞാൻ കഴിച്ചതുപോലെ ഈ കൂട്ടത്തിൽ ആരും കഴിച്ചു തന്നിട്ടില്ല. ഇവിടെ വന്ന് ഫസ്റ്റ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എൻ്റെ ഈ ക്രിയാറ്റിൻ എന്തെങ്കിലും ഇത്രയും ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ അറിയാമോ, റിസൾട്ട് വരുന്ന നമ്മുടെ പേടിയായിരുന്നു. അതുപോലെ ആന്റിബയോട്ടിക് ലാസ്റ്റ് ഈ വിഷു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു കസിനുണ്ട് ഡോക്ടർ, ഇത് ലേസർ ചികിത്സ ചെയ്യുന്നു. പുള്ളിയെ പോയി കാണുകയും പുള്ളി വിഷു കഴിഞ്ഞ ഒരു ദിവസം 2 കാലും എക്സ്റേ എടുത്ത് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അപ്പം വിഷു കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഡോക്ടറെ പറ്റി എൻ്റെ കടയിൽ വന്നൊരു കസ്റ്റമർ ഇതുപോലെ പറഞ്ഞു. അപ്പം ഈ നിങ്ങൾ ലേസർ ചെയ്യുന്നതിന് എന്തായാലും ഈ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ലേസർ ചികിത്സയിലോട്ട് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ യൂട്യൂബിനകത്ത് ഡോക്ടറുടെ നമ്പർ എടുത്തു. ഡോക്ടറെ ഞാൻ നേരിട്ട് വിളിച്ചു. അപ്പോൾ ഡോക്ടറെ ചോദിച്ചു എന്താണ്. അപ്പം ഡോക്ടർ തിരക്കുള്ള ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥലം വാട്സപ്പിൽ പറഞ്ഞിട്ട് എൻ്റെ കാലിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. അതിനുശേഷം ഡോക്ടർ ഞാൻ എന്ത് വേണം എന്ന് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ വാട്സപ്പിലൂടെ മെസ്സേജ് ഫോട്ടോയും കാലിൻ്റെ ഫോട്ടോയും മെസ്സേജ് അയച്ചു. ഡോക്ടർ പറഞ്ഞ് ഇതുപോലുള്ള കേസുകളായി നിങ്ങൾ വരാൻ പറ്റും. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമായിട്ട് ഇവിടെ വന്നു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ആദ്യം ഒരു 10 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ അന്ന് ഇവിടെ റൂമില്ല. ഞാൻ പറഞ്ഞു അന്ന് ഒരാഴ്ചത്തേക്കുള്ള മരുന്നുമായിട്ട് ഞാൻ ഇവിടെ പോയി. അതിനുശേഷം ഫോണിൽ ബന്ധപ്പെട്ട് റൂമായിട്ട് എന്നെ വിളിച്ചു. ഞാൻ അങ്ങനെ വന്നു. 11ാമത്തെ ദിവസമാണ്. അപ്പോൾ അസഹ്യമായ വേദന, എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. കാലിൻ്റെ അത് മാത്രമല്ല ഷുഗർ പേഷ്യൻസാണ്. അപ്പം നമ്മൾ ഈ മരുന്ന് കഴിച്ചപ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം ഈ വെരിക്കോസ് മാത്രമല്ല മാറുന്നത്. എൻ്റെ ഷുഗർ ഇവിടെ വരുമ്പോൾ 274 ആഹാരം കഴിച്ചതിന് ശേഷവും ആഹാരത്തിന് മുമ്പ് 170 ആയി. ഇവിടെ ഒരു കഷായം ഷുഗർ പേഷ്യൻസിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. അത് കുടിച്ചതിന് ശേഷം 3ാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ 97 ഫാസ്റ്റിംഗ്. അതിനുശേഷം ഇന്നലെ എൻ്റെത് അതിനുശേഷം ടെസ്റ്റ് ചെയ്ത് ആഹാരം കഴിച്ചതിന് ശേഷം 170 മെലിഞ്ഞത് 120 വന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലൊരു സുഖമാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ 13 വർഷത്തെ രോഗി എന്നുള്ള നിലയിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഇത് പറയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിസരങ്ങളിലെല്ലാം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊക്കെ അവർക്ക് ഒരു നല്ല ഒരു പെട്ടെന്ന് സൗഖ്യമാകാനുള്ള ഒരു വഴിയാണ് നമ്മൾ പറയുന്നത്. അപ്പം അതായത് ഞാനൊരു ദൈവവിശ്വാസിയാണ്. എനിക്ക് പള്ളിയിൽ പോയി എല്ലാവരും നമസ്കരിക്കുന്നത് പോലെ നിന്ന് നമസ്കരിക്കാൻ പറ്റത്തില്ല. കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചെന്ന് കസേരക്കകത്ത് ഇരുന്ന് നമസ്കരിക്കുമ്പോൾ അത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് പറ്റി എന്താ ഹോസ്പിറ്റലിൽ പോകാത്ത. അപ്പോൾ നമ്മളെ വിഷമം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പം വീട്ടിൽ തന്നെ നമസ്കരിക്കുകയും വെള്ളിയാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോവുകയും ചെയ്യുന്ന ഒരു വിശ്വാസം. പക്ഷെ എനിക്ക് അപ്പോൾ ഇത് ഭേദമാകുമ്പോൾ എനിക്ക് പോകാം എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനകളെല്ലാം ഡോക്ടറെയും കുടുംബത്തെയും പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് അവര് ഇപ്പൊ ആദ്യമൊക്കെ ഡോക്ടർ വരുന്ന സമയത്ത് വരുമ്പോ എന്തുകൊണ്ട് നമുക്ക് മാനസികമായിട്ടൊരു വിഷമം. നമ്മളിവിടെ വന്ന് കടയും കളഞ്ഞ് എല്ലാം കിടക്കും ഡോക്ടർ എന്താ ഇങ്ങനെ. പക്ഷെ അതല്ല, ഡോക്ടർ നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ മരുന്നിന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ. ഇവിടുത്തെ സ്റ്റാഫ് കാരണം നമ്മുടെ സഹോദരങ്ങള് നമ്മുടെ വീട്ടിലെ ആൾക്കാർ നമ്മുടെ കാലിലൊരു മുറിവ് വന്നാൽ അതിനൊരു മണം വന്നാല് ചിലപ്പോഴൊക്കെ അത് വരാതിരിക്കട്ടെ എന്ന് പറയുക. അപ്പൊ പക്ഷെ സ്റ്റാഫ് അങ്ങനെയല്ല. ഇവിടെ നല്ലൊരു അനുഭവം. കാരണം ഒരുപാട് ഹോസ്പിറ്റലിൽ പോയത് കൊണ്ടുള്ള ഇതാണ്. അപ്പൊ ഞാൻ അവരടുത്ത് പ്രൈവറ്റ് ആയിട്ട് ഞാൻ പറയും, നിങ്ങള് ജീവിതത്തിൽ ഇതല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നല്ലൊരു ദൈവം തരും. അപ്പൊ ഈ ഫീൽഡ് വിടുന്നുണ്ടെങ്കിൽ ഞാൻ അവരടുത്ത്